അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളത്തെ 5ാം ക്ലാസ്സിൻ്റെ തജ്വീദ് ലിസാനുൽ ഖുർആനിൻ്റെ 2025 ചോദ്യം നോക്കൂ. പതിവാക്കൽ മഹത്തായ സുന്നത്താണ് ഏത്? ലൗ അൻസൽന. മാലിയ എന്നതിലെ ഹാ ഉസ്സക്കത്ത. മാലിയ എന്നതിലെ ഹാ ഉസ്സക്കത്ത. അർറഹ്മാനി എന്നതിലെ ഹംസ അർറഹ്മാനി ഹംസത്തുൽ വസ്ലി. അർറഹ്മാൻ എന്നതിലുള്ള അത് കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാവില്ല. ഫി അഹ്സനി തഖ്വീം ഇതിൽ ഹംസത്തുൽ ഖത്ത്. ഫി അഹ്സനി തഖ്വീം അഹ്സൻ എന്നുള്ളിടത്തുള്ള ഹംസത്തുൽ ഖത്ത് ആണത്. ഫീ കൂട്ടി വായിക്കുമ്പോഴും എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ, മൊഴിയുമ്പോൾ അത് കാണുന്നുണ്ട്, ശബ്ദത്തിൽ കേൾക്കാലോ. ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനെന്താ പറയുക? വഖഫ്. ഇനി ഹംസിൻ്റെ ഹർഫിൽ പെട്ടതാണ് ഏത്? ഹംസിൻ്റെ ഹർഫിൽ പെട്ടതാണ് ഹാ. ലാ ഖാഫ് എന്നതിൽ പെടൂല. ഹാ. വഖഫ് മുത്തലക്കിൻ്റെ അടയാളം ത്വാ ഉണ്ടാവും അവിടെ. ത്വാ വഖഫ് മുത്തലക്കിൻ്റെ അടയാളം. അപ്പോൾ നമുക്ക് ചില അടയാളങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖാഫ് ഉണ്ടാവും, ത്വാ ഉണ്ടാവും, കില ഉണ്ടാവും, സില ഉണ്ടാവും. ഇതൊക്കെ എന്തിനാണെന്ന് പഠിച്ചു നോക്കുക. ജീം ഉണ്ടാവും. ഇവിടുത്തെ ചോദ്യം വഖഫ് മുത്തലക്കിൻ്റെ അടയാളം എന്താണ്? ത്വാഇൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു അക്ഷരം ത്വാഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് താ. ബസറക്കാരനായ കാരി അബൂ അംർ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ 5-8 കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെ നാടും പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ സെയ്ദ് ബിൻ സാബിത്ത്. വ്യക്തമാക്കാം. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ അബൂ അബ്ദുറഹ്മാൻ ബിൻ സലമി. അപ്പോൾ കൂഫയിലേക്ക് പലയിടങ്ങളിലേക്ക് മുസ്ഹഫ് കൊടുത്തയച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്നും അതിൻ്റെ കൂടെ പറഞ്ഞയച്ച കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് പഠിക്കണം. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ അബൂ അബ്ദുറഹ്മാൻ ബിൻ സലമ. അൽ കഹ്ഫ് സൂറത്തിൽ ലാകിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് ലാകിന്ന ഹുവല്ലാഹു എന്നാണ് ഉള്ളത്. ഓതേണ്ടത് ലാകിന്ന ഹുവല്ലാഹു. ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത് ബിസ്മില്ലാഹി മജ്രേഹ. അതാണ് ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിപദം. ശഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ. ഖുർആനിൽ നൈപുണ്യം നേടിയവരാണ് സഫറത്ത് എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നത്. സൂറത്ത് യാസീനിൽ സക്കത്ത ചെയ്യേണ്ട കലിമത്ത് മിമ്മർക്കദിന. അവിടെയാണ് സക്കത്ത ചെയ്യേണ്ട കലിമത്തുള്ളത്, പദം മിമ്മർക്കദിന. പൂർത്തിയാക്കാം. കലാമുൻ കദീമുൻ ലാ യമുല്ലു ഡാഷ് സമാഉഹു തനസ്സഹു അൻ ഖൗലിൻ ഡാഷ് വഫീലിൻ വനിയതി. അപ്പോൾ ലിസാനുൽ ഖുർആനിൽ പറഞ്ഞ ഓരോ പാഠങ്ങളിലും ചില ബൈത്തുകൾ കൊടുത്തിട്ടുണ്ടാകും, പദ്യങ്ങളെ മനപ്പാടാക്കണം. ഇനി ബിഹി അഷ്തകി മിൻ കുല്ലി ഡാഷ് ദാഇം വ നൂറുഹു ദലീലുൻ ലിഖൽബി ഇൻദ ജഹ്ലി വ ഹൈറത്തി. ഈ പദ്യവും മനപ്പാടാക്കുക. ഈ പദ്യം എന്നല്ല, എല്ലാ പദ്യങ്ങളും മനപ്പാടാക്കി വെച്ചേക്കാം. വഇദാ കുരിഅൽ ഖുർആനു വസ്തമിഊ ലഹു ഡാഷ് വ അൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ആയത്ത് മനപ്പാടാക്കുക. അപ്പോൾ ഇതിൽ വന്ന ആയത്തുകളൊക്കെ ഒന്ന് മനപ്പാടാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും തജ്വീദിൽ. ഇനി നംലൗ ബിൽ മുനാസിബ് യോജിച്ചതുകൊണ്ട് ചേർക്കണം. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന. മദീനക്കാരായിരുന്നു. യുറഹിബൂന സ്വാഗതം ചെയ്യും. ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉത്തരം. ബിൻ നബി സല്ലല്ലാഹു അലൈഹി യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു. ഏതാണ്? ബിഇറു സംസം.
മുസ്തഖ്ബിലു ജലസ, ജലസ എന്നതിൻ്റെ മുസ്തഖ്ബിൽ മുലാരി ജലസ യജ്ലിസു. അപ്പോൾ മാദിയും മുസ്തഖ്ബിലും പഠിച്ചു വെക്കണം. അത്വാലിബാനി യക്തുബാനി, അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ, യക്തുബാനിയോ രണ്ടാളും എഴുതുന്നു, അദ്ദറസ പാഠം. ഇനി ഖറഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഓതി എപ്പോഴാണ്? സ്വബാഹൻ രാവിലെ. നുമയ്യിസുൽ മാദിയ വൽ മുദാരിയ, മാദി മുദാരി വേർതിരിച്ചെഴുതണം. അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഖറജ, ഖറഅ, ജലസ, കതബ ഒക്കെ 3 അക്ഷര. ഇതൊക്കെ മാദിയായ ഫീലാണ്. ഇതിൻ്റെ മുദാരി എങ്ങനെയാണ്? ഖറജൻ്റെ മുന്നിലൊരു യാ വെച്ചെടുക്കുക, യഖ്റുജു. ഖറഅൻ്റെ മുന്നിൽ ഒരു യാ വെച്ചെടുക്കുക, യഖ്റഉ. അല്ലേ? ഖറഅ യഖ്റഉ. പിന്നെ ജലസൻ്റെ മുന്നിൽ ഒരു യാ വെച്ചെടുക്കുക, ജലസ യജ്ലിസു. കതബ യക്തുബു. ഇങ്ങനെയാണ് മാദി മുദാരി. ഒന്ന് നോക്കി വെക്കുക. നക്തബുൽ മുസന്നാവൽ ജമ്മിലി അഫ്വാലിലാത്തിയ, താഴെയുള്ള പദങ്ങൾക്ക് ബഹുവചനവും ബഹുവചനവും ദ്വിവചനവും എഴുതണം. 2 ആൾ ചെയ്യുന്നതും കൂടുതൽ ആളുള്ളതും. അപ്പോൾ ഇവിടെ ദറസ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുദാരി എങ്ങനെയാണ്? ദറസൻ്റെ ദറസ, ദറസ, ദറസു, അങ്ങനെ എഴുതുക. ദറസ. അപ്പോൾ ഏതൊന്നിൻ്റെയും മുദാരിയും ജമ്മാണ് ഇവിടെ എഴുതേണ്ടത്. ദറസ, ദറസ, ദറസു. നസറ, നസറ, നസറു. ഫതഹ, ഫതഹ, ഫതഹു. നാമ, നാമ, നാമു. ഇനി വക്കാന ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജറത്തി, ഹിജറക്ക് മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? യഥിരിബ്. ഹിജറയുടെ മുമ്പ് മദീനയുടെ പേര് യഥിരിബ് എന്നായിരുന്നു. അഹ്ലുൽ മദീനത്തി കാനു യുറഹമൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദുമുൽ മദീനത, നബി തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്തിരുന്നു. ഇനി ഉൽജൂബി ഉത്തരം പറയുക. അൽ ഖറഅത്തുൽ ഖുർആൻ സവാഹൻ, നീ രാവിലെ ഖുർആൻ ഓതിയിരുന്നോ? അസാബിൽ യമീനി, യമീനിൻ്റെ വിരലുകൾ കംഹിയ. അസാബിൽ ലദീനി, 2 കൈകളിലെ വിരലുകൾ, കംഹിയ എത്രയാണ്? 10.